ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ യോ കിങ്ഡം കം, സ്വർഗരാജ്യത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. സ്വർഗീയനായ ഞങ്ങളുടെ പിതാവേ, ഇങ്ങയുടെ നാം വിസ്തീരിക്കണമേ, ഇങ്ങയുടെ രാജ്യം വരയണമേ. സോ 3 ടൈപ്സ് ഓഫ് കിങ്ഡം ആണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് സ്പിരിച്വൽ കിങ്ഡം. സ്പിരിച്വൽ കിങ്ഡം ആരൊക്കെയാണ് പാർട്ടേക്കേഴ്സ്, ആരൊക്കെയാണ് അതിൻ്റെ അവകാശികൾ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് ആദ്യമായിട്ട് റിപ്പൻറ്റ് ചെയ്യണം. അതാണ് സ്പിരിച്വൽ പാസ്പോർട്ട്. നമുക്ക് വേറൊരു ഫോറിൻ കൺട്രി പോകണമെങ്കിൽ 3 കാര്യം വേണമല്ലോ: പാസ്പോർട്ട്, ടിക്കറ്റ്, വിസ. അങ്ങനെ തന്നെ സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പിരിച്വൽ പാസ്പോർട്ട്, ടിക്കറ്റ്, വിസ വേണമെന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്ന വഴിയിൽ ഞാൻ പഠിപ്പിക്കുകയാണ്. സോ ഇന്നലെ നമ്മൾ കണ്ടു പാസ്പോർട്ട് അല്ലേ, റിപ്പൻറ്റൻസ്, മാനസാന്തരമാണ് ആദ്യം വേണ്ടത്. രണ്ടാമത് ഒരു ടിക്കറ്റ് വേണം. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാപ്റ്റിസമാണ്. അതായത് ഞാൻ 7 ദിവസമുള്ളപ്പോൾ എന്നെ ആരാണ്ട് കാരണന്മാരല്ല, വേറെ 2 എന്നെ തളിച്ച് ചുമ്മാ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി ഇങ്ങനെ തളിച്ച് ബാപ്റ്റിസം എടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. മാമോദിസ മുക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതെനിക്കറിയില്ല. ബൈബിൾ പറയുന്നത് യു ഹാവ് ടു ബിലീവ് ആൻഡ് ബാപ്റ്റൈസ്. ബിലീവ് ചെയ്യണമെങ്കിൽ നമ്മളൊരു 10-12 വയസ്സെങ്കിലും ആകണം അല്ലേ. ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി ക്രോസിങ് 10 years, 12 years. എൻ്റെ മോള് 13 yearsൽ ബാപ്റ്റിസം എടുത്തു. മോനൊക്കെ 17-18 yearsൽ അങ്ങനെ ബാപ്റ്റിസം എടുത്തു. ഞാൻ 40 വയസ്സായപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്. അന്നേരമാണ് ഞാൻ ബാപ്റ്റിസം എടുത്തത്. സോ അക്കോർഡിംഗ് ദ ബൈബിൾ ഐ വാണ്ട് ടു ബി ലൈക്ക് ജീസസ്. ഐ വാണ്ട് ടു ഒബേ whatever the Lord says. ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ഹെവൻ അല്ലേ. എനിക്ക് സ്വർഗം മിസ് ചെയ്യേണ്ട. അതുകൊണ്ട് ഞാൻ കർത്താവ് പറയുന്നത് ബൈബിളാണ്, ദൈവത്തിൻ്റെ വചനം. ബൈബിൾ വേർഡ് ഈസ് ഗോഡ്, ഗോഡ് ഈസ് വേർഡ്. അപ്പോൾ ബൈബിളിൽ പറയുന്നതൊക്കെ അനുസരിച്ചാൽ നമ്മൾ സേഫാണ് അല്ലേ. അത് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ആരെങ്കിലും ആർഗ്യമൊക്കെ ചെയ്യും, ഞങ്ങൾ ചെറുപ്പത്തിൽ മാംസം മുങ്ങിയതല്ലേ ഇനി വേണമെന്നൊക്കെ. അതല്ല, ബൈബിൾ പഠിപ്പിക്കുന്ന പോലെ ഞാൻ അനുസരിക്കുന്നു. അപ്പോൾ എന്നെ എത്രയൊരു ഭയങ്കരമായിട്ട് ദൈവം ഉയർത്തി എന്നെ ഉപയോഗിക്കുന്നു ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവ് നിറച്ച്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 22:16 പറയുന്നു, And now why are you waiting? Arise and be baptized and wash away your sin, calling on the name of the Lord. എന്തിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എഴുന്നേറ്റ് ബാപ്റ്റിസം എടുക്കുക. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ സ്നാനപ്പെടുക. എന്നിട്ട് അതെന്തിനാണ്? വാഷ് അവേ യുവർ സിൻസ് എന്ന്, കോളിംഗ് ഓൺ ദ നെയിം ഓഫ് ദ ലോർഡ്. നിങ്ങളുടെ പാപങ്ങളുടെ ഒരു കഴുകലാണ്. പിന്നെ കർത്താവ് പറഞ്ഞത് അനുസരിക്കുകയാണ് അല്ലേ. ബാപ്റ്റിസം എന്നാൽ എന്തെന്ന് ഞാൻ എൻ്റെ ബുക്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മീൻസ് ഫെബ്രുവരിയാണ്. ഫെബ്രുവരിയിൽ ഞാൻ പഠിപ്പിച്ച് 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് എൻ്റെ ന്യൂ ബർത്തിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. എനിക്കൊരു പുതിയ ജന്മം